ആവേശ്യം എന്ന് പറഞ്ഞാൽ ആവേശിപ്പിച്ച്, പ്രവേശിപ്പിച്ച്, മറ്റെല്ലാ ചിന്തകളും വിട്ട് അന്തശ്വാസം, അദ്ദേഹം അവസാനത്തെ ശ്വാസത്തെ ഉപരമിപ്പിച്ചു. അങ്ങനെ ആ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ, പരമമായ ബ്രഹ്മത്തിൽ തൻ്റെ മനസ്സിനെ സമർപ്പിച്ച് ആ ഭീഷ്മാചാര്യരുടെ അവസ്ഥ, എല്ലാവരും തൂഷ്ണീം ഭവൂവ, എല്ലാവരും മൂഖരായിട്ടിരുന്നു, ആ പ്രാർത്ഥനാ നിരതരായിട്ടിരുന്നു. ആ സമയത്ത് ദുന്ദുവയോ നേതു ദേവമാനാവബാധിത ശശംസു സാധവോ രാജൻ കാൽപേതു പുഷ്പവിഷ്ടയാം. ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് വളരെയധികം സന്തോഷിച്ചു. ഇങ്ങനെ ഒരു പിതാമഹൻ, ഇതാണ് ശരിക്കും ഭാരതീയ സംസ്കാരം. ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഒരു വേദനകളും ദുഃഖങ്ങളും പരാതികളുമില്ല. ഒരു തുള്ളി വെള്ളം വേണമെന്ന് പോലും പറയുന്നില്ല. ഉണ്ടോ? സാധാരണ മരിക്കാറായിട്ടുള്ള ആളുകൾക്ക് എന്താ കൊടുക്കുക? വെള്ളം. ഇവിടെ ഒന്നും വേണമെന്നില്ല. ആ മനസ്സ് മുഴുവൻ ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് ധീരനായി, തളരാതെ പതറാതെ, മരണസമയത്ത് പോലും പതറിയില്ല. അങ്ങനെ ഒരു ധീരമൃത്യു വരിച്ച മഹാനാണ് ആര്? ഭീഷ്മർ. ഭീഷ്മൻ എന്നുള്ള ശബ്ദത്തിന് തന്നെ അർത്ഥം ഭയമില്ലാത്തവനാണ്. ഭീ കളഞ്ഞവൻ, ഭീയെ നശിപ്പിച്ചവൻ. അങ്ങനെയാണ് ഭീഷ്മൻ എന്നുള്ള ശബ്ദം. നമുക്ക് ജീവിതത്തിൽ ഭയം വരാൻ കാരണം സംശയങ്ങളുള്ളത് കൊണ്ടാണ്. സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ ദുർബലനാണെന്നുള്ള തോന്നൽ വരുമ്പോഴാണ് നമ്മളൊക്കെ തളരുന്നത്. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഒറ്റപ്പെടുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ തളരും. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് കൂടെ ആരെങ്കിലും ഉണ്ട് എന്നുള്ള തോന്നൽ വരുന്നു അപ്പോഴൊക്കെ നമുക്ക് മനസ്സിനൊരു ധൈര്യം വരും. അപ്പം എപ്പോഴും ധൈര്യം വരാനോ? പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭൂ. ഭഗവാൻ ആ സമയത്ത് ഓർത്തത് പിതാമഹനെ ഓർത്തു. ധീരനായി ശരീരം ഉപേക്ഷിച്ച പിതാമഹനെ സ്മരിച്ചുകൊണ്ടാണ് കൃഷ്ണനും ശരീരം ഉപേക്ഷിക്കുന്നത്. ഇങ്ങനെ വേണം ശരീരം ഉപേക്ഷിക്കാൻ. നമ്മളെ പഠിപ്പിക്കുകയാണ്. മരണം എന്ന് പറയുന്ന ശക്തി, അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന ആ ഒരു അനുഭവം നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ മനസ്സുകൊണ്ട് അല്പവും പതറരുത്, മനസ്സുകൊണ്ട് അല്പവും തളരരുത്. ധീരനായിട്ട് നമ്മുടെ മനസ്സ് പറയണം, ഇപ്പോഴും എൻ്റെ കൂടെ ഭഗവാനുണ്ട്. ഞാൻ എന്തിനു മരിക്കണം? ഞാൻ എന്തിനു നശിക്കണം? എനിക്കെന്ത് മരണമുണ്ട്? ശരീരം പ്രകൃതിയിൽ നിന്ന് വന്നു, ഞാൻ എന്തിനതിനെക്കുറിച്ച് വിഷമിക്കണം? അന്തേ നാരായണ സ്മൃതി. ഇതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്ധകാലേബി ബ്രഹ്മനിർവാണമൃച്ഛതി. സ്ഥിത്വ അന്ത്യകാലേ, അവസാന കാലത്തിൽ എന്നിൽ ഉറപ്പിക്കും. ആരാണോ മനസ്സിനെ ഉറപ്പിച്ച് അന്ത്യകാലമാകുമ്പോൾ, അവസാനമാകുമ്പോൾ ബ്രഹ്മനിർവാണമൃച്ഛതി, അവൻ എവിടെ എത്തിച്ചേരും? ബ്രഹ്മനിർവാണം. ഇപ്രകാരം ആ പിതാമഹൻ ശരീരം ഉപേക്ഷിച്ചു. അതിനുശേഷം ധർമ്മപുത്രർ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരും അവിടെ തിരിച്ചു വരുന്നു. ഭഗവാൻ പാണ്ഡവരോട് പറഞ്ഞു, ഇനി രാജ്യം നിങ്ങൾ ഭരിക്കണം. അങ്ങനെ രാജ്യം ഭരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് തിരിച്ച് ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്. പാണ്ഡവരെ സംബന്ധിച്ച് വളരെ വേദനാത്മകമായിരുന്നു ഭഗവാന്റെ യാത്ര. വളരെ വേദനിച്ചു. രാവിലെ തന്നെ ഭഗവാൻ ഉഷിത്വാ ഹസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരി സുഹൃതം ച വിശോകായ സുസുസ്ഥ പ്രിയകാമിയ ആമന്ത്രിജാഭ്യനുജ്ഞാത പരിഷജ്യാഭിവാദ്യതം ആരിരോഹ രഥം കൈസിൽ പരിഷക്തോഭിവാദിത. അങ്ങനെ അദ്ദേഹം ഹസ്തിനപുരത്തിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. തൻ്റെ സുഹൃത്തുക്കൾക്ക് ഇത്രയും കാലം പ്രിയം ചെയ്ത് അവരൊക്കെ തൊഴുതുകൊണ്ട് യാത്ര പറഞ്ഞു. ഭഗവാനെ യാത്രയയക്കാൻ വേണ്ടിയിട്ട് സുഭദ്രാ ദ്രൗപദി കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരി ധൃതരാഷ്ട്രശ്ച യുയുസ്സു കൗതമോ യമോ വൃഗോദരസദൗമ്യശ്ച ശ്രിയോ മത്സ്യസുതാദയാ ന സേഹിരേ വിമുഖ്യന്തോ വിരഹം ചാങ്കതന്വനാം. പാഞ്ചാലിയുണ്ട്. എല്ലാവരും നിറഞ്ഞ കണ്ണോടുകൂടിയിട്ട് നോക്കണു. ഇത്രയും കാലം കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നു. ഉത്തരാദേവി കൃഷ്ണനെ നോക്കുന്നു. എൻ്റെ ഉണ്ണിയെ രക്ഷിച്ചു, ഇപ്പം അവിടുന്ന് പോവുകയാണ്. സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ, അവിടുത്തെ വിയോഗം. ചിലരുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. നല്ലവർ പോകുമ്പം ഒരു വേദന ഉണ്ടാവും. ചിലർ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റും. ചിലർ വീട്ടിലേക്ക് വരുമ്പോഴാണ് ദുഃഖം. ചിലർ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വലിയ സുഖം. ചിലർ വീട്ടിലേക്ക് വരുമ്പം വളരെ സന്തോഷം. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ ദുഃഖം. അങ്ങനെയുള്ള വ്യക്തിത്വമായിട്ട് നമ്മളൊക്കെ മാറണം. നമ്മൾ പോകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് സന്തോഷമല്ല വരേണ്ടത്, ഒരു ദുഃഖം. അത് എങ്ങനെയുള്ള ദുഃഖം? ഒരാൾ മരിച്ചതുകൊണ്ടുള്ള ദുഃഖമല്ല, അവരെ ഉയർത്തിയ, അവർക്ക് ധൈര്യം പകർന്ന ഒരാൾ പോകുന്നതിലുള്ളൊരു വിഷമം. ആ ഒരു വിഷമം, ഹൃദയത്തിൽ നിന്നൊരു വിഷമം ആ പാണ്ഡവന്മാർക്ക് ബോധ്യപ്പെട്ടു. അവർ ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഭഗവാനാണെങ്കിലോ തസ്മിന്യസ്തദിയ പാർത്ത
സഹേരൻ വിരഹം കഥം ദർശന സ്പർശ സല്ലാപ ശയനാസന ഭോജനൈ സർവേ തേ അനിമിഷേ അക്ഷൈ തമനുദ്രുതചേതസ വീക്ഷന്ത സ്നേഹസംബന്ധ വിലേജു തത്ര തത്ര നിരുന്തൻ ഉദ്ഗളൽ ബാഷ്പമോത്കണ്ഡ്യാൽ ദേവകീസുതേ നിർയാത്യാകാരന്നോ ഭദ്രം ഇതിസ്യൽ ബാന്ധവസ്ത്രീയ. ആ കൃഷ്ണൻ പോകുന്ന സമയത്തുണ്ടാകുന്ന വികാരങ്ങളൊക്കെ വേദവ്യാസ മഹർഷി പങ്കുവയ്ക്കുകയാണ്. സഹിക്കുന്നില്ല പാണ്ഡവർക്ക് അത്രയും കാലം ഒരുമിച്ചിരുന്ന് തമാശ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു പലതും ചെയ്ത കൃഷ്ണൻ ഇനിതാ ഞങ്ങളെയൊക്കെ വിട്ടുപോകുന്നു. അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ പറയാണ്, ഭഗവാനെ നോക്കിക്കൊണ്ട് പറയാണ്, സവൈക്കിലായം പുരുഷപുരാതനോ ഏകാസീത വിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനീശ്വരി നിമീലിതാത്മൻ നിശിശ സപ്തശക്തിഷു. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല. പുരുഷപുരാതനോ, പുരുഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ആണെന്നല്ല അർത്ഥം, എല്ലാവരിലും ഇരിക്കുന്ന ചൈതന്യം. പുരാതനോ, ഈ പ്രകൃതിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യമുണ്ടായത് ഭഗവാൻ തന്നെയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഉണ്ടായതിനെല്ലാം നാശമുണ്ട്, ഉള്ളതൊന്നും നശിക്കില്ല. മാറ്റർ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എനർജി ഈസ് എവർ എക്സിസ്റ്റിംഗ്. എനർജിക്ക് നാശമില്ല, അതുകൊണ്ടാണ് ടോട്ടൽ വാല്യൂ ഓഫ് ദ എനർജി ഈസ് സീറോ എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ സാധിച്ചത്. എന്നാൽ മാറ്ററൊക്കെ ഉണ്ടാക്കിയതാണ്, ഉണ്ടായതെല്ലാം നശിക്കണം, മാറണം എന്നുള്ളത് പ്രകൃതി നിയമമാണ്. ഈ ശരീരം ഉണ്ടായതാണ്, ശരീരം അതുകൊണ്ട് നശിക്കണം. എന്നാൽ മനസ്സ് ഉണ്ടായതല്ല, അതിനതുകൊണ്ട് നാശമില്ല. എന്നാൽ മനസ്സിന് എന്തുണ്ട്? ലയമുണ്ട്. അതെന്താ ലയം? അത് എവിടുന്നാണോ വന്നിരിക്കുന്നത് അവിടേക്ക് ലയിക്കേണ്ടത്. അപ്പം മനസ്സിനെ നാശമില്ലെങ്കിൽ പിന്നെ അതിനെ നിലനിർത്തുന്ന ചൈതന്യത്തിന് നാശമുണ്ടാവൂ? അതുകൊണ്ട് പുരാതനോ, അങ്ങനെയുള്ള ഭഗവാനിൽ നിന്നാണ് ഈ പ്രകൃതി ഉറങ്ങുന്നതും ഉണരുന്നതും പ്രകടമാവുന്നതും. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? ഈ പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ നമുക്കെല്ലാവർക്കും എന്ത് വേണം? പ്രകൃതി എന്നുള്ള വാക്ക് എപ്പോഴൊക്കെ നിങ്ങൾ കേൾക്കുന്നോ അപ്പോഴൊക്കെ അർത്ഥമെടുക്കേണ്ടത് മനസ്സ് അർത്ഥമെടുക്കണം. കാരണം മനസ്സ് ഉണരാതെ നമുക്കൊരിക്കലും പ്രപഞ്ചാനുഭവം ഉണ്ടാവുമോ? ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് നിങ്ങൾ പഞ്ചസാര വായിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ മധുരമുണ്ടാവുമോ? അയാളുടെ മുന്നിൽ ടി വി വെച്ച് കൊടുത്താൽ അയാൾക്ക് അനുഭവം ഉണ്ടാവുമോ? അയാളുടെ മുന്നിലിരുന്നിട്ട് തമാശ പറഞ്ഞാൽ അയാൾക്ക് അനുഭവം ഉണ്ടാവുമോ? അയാളുടെ അടുത്തിരുന്നിട്ട് സദ്യ കഴിച്ചാൽ അയാൾക്ക് അനുഭവം ഉണ്ടാവുമോ? എപ്പോഴാണ് അനുഭവം വരുന്നത്? മനസ്സുണർന്നു വരുമ്പോഴാണ്. അതുകൊണ്ട് രണ്ട് പ്രകൃതി എന്ന് പറയുമ്പോൾ ഒരു പ്രകൃതിക്ക് സൂക്ഷ്മ പ്രകൃതി എന്നും മറ്റൊരു പ്രകൃതിക്ക് സ്ഥൂല പ്രകൃതി. അപ്പം എന്താ അർത്ഥം എടുക്കണം? സ്ഥൂല പ്രകൃതി എന്നാൽ ശരീരമെന്നും സൂക്ഷ്മ പ്രകൃതി എന്നാൽ മനസ്സെന്നും അങ്ങനെ അർത്ഥം എടുത്തോളണം. ഇപ്രകാരം പ്രകൃതിയെ ഉണർത്തി പ്രകൃതിയെ പ്രവർത്തിപ്പിച്ച് പ്രകൃതി ഉറങ്ങുമ്പോഴും നിലനിർത്തുന്ന ആ ഭഗവാനെ, അത് തന്നെയാണ് ഈ കൃഷ്ണൻ എന്നെല്ലാം പറഞ്ഞ് യഥാഹി അധർമ്മേണ തമോധിയോ നൃപ ജീവന്തി തത്രൈഷ ഹി സാത്വതക്കില ദത്തേപകം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി തദൽ യുഗേ യുഗേ. ഈ ശ്ലോകം ഓർത്തു വയ്ക്കണേ. 10ാമത്തെ അധ്യായത്തിൽ 25ാമത്തെ ശ്ലോകത്തിൽ ഹി അധർമ്മേണ തമോധിയോ, എപ്പോ ആളുകൾ അവിവേകം കൊണ്ട്, തമോധിയോ തമസ്സുകൊണ്ട്, തമസാകുന്ന അവിവേകം കൊണ്ട് എപ്പോ ആളുകൾ അധർമ്മേണ, അധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഭഗവാനെ മറന്നുകൊണ്ട് ഭഗവാനെ വിട്ടുകൊണ്ട് ജീവിക്കുന്നു. അപ്പോഴൊക്കെ ജീവന്തി തത്രൈഷൈ, അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ദത്തേ ഭഗം സത്യഹൃതം ദയാം യശോ, അവരോടുള്ള ദയ കൊണ്ട് അവരെ വീണ്ടും അവിവേകമുള്ള മനസ്സിനെ വിവേകത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ തന്നോട് ചേർക്കാൻ വേണ്ടി ഭവായ രൂപാണി ദദത് യുഗേ യുഗേ, ഭഗവാൻ ഓരോ യുഗത്തിലും രൂപമെടുക്കുന്നു. ഭാഗവതത്തിൽ അത്ര വ്യക്തമാണ്. അപ്പം എന്തിനാ ഭഗവാൻ അവതരിക്കുന്നത്? നാം ചോദിക്കുന്നത് തരാനല്ല ഭഗവാൻ വരുന്നത്. പിന്നെയോ എപ്പോഴൊക്കെ അവിവേകത്തിൽ നമ്മൾ ഭഗവാനെ മറന്ന് ജീവിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മളെയൊക്കെ അവിവേകത്തെ നശിപ്പിച്ച് വിവേകത്തിലേക്ക് ഉയർത്തി വീണ്ടും അവരുടെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഉദ്ധരേതാത്മനാത്മാനം, ഉയർത്താൻ തന്നെയാണ് ഭഗവാൻ വന്നിരിക്കുന്നത്, താഴ്ത്താനല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ അഹോവലം ശ്ലാഘ്യതമം യദോകുലം അഹോവലം പുണ്യതമം മതോർവനം യദേശ പുംസാം ഋഷഭശ്രിയപ്പതി സ്വജന്മന സംക്രമണേന ചഞ്ചതി അഹോപദ സ്വയശസ്തിരസ്കരീ കുശസ്ഥലി പുണ്യേശസ്കരീ ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം
സ്മിതാവലോകം സ്വമതിം ചെയ്യത് പ്രജ. ഭഗവാനെ, ഞങ്ങൾക്ക് പതിയായിരിക്കുന്ന, എല്ലാവരെയും ഉയർത്താൻ വേണ്ടി വന്നിരിക്കുന്ന ഈ പുണ്യമായ രൂപം, ഈ ഗാംഭീര്യമുള്ള രൂപം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ധന്യത തരുന്നു ഭഗവാനെ. ആ ഭഗവാൻ നൂനം, ഇപ്പം ഭഗവാൻ അവിടെ നിന്ന് പോകുന്നു. ഭഗവാനെ, എന്നും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന ബോധം ഞങ്ങൾക്കുണ്ടാവണേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൗരവ സ്ത്രീകൾ അവിടെ നിന്നു. ഭഗവാനാണെങ്കിലോ രഥവുമായി മുന്നോട്ട് പോയി. അവസാനം ഭഗവാൻ അവിടെ നിന്ന് പുറപ്പെട്ട് ദ്വാരകയിൽ എത്തിച്ചേർന്നു. ദ്വാരകയിൽ എത്തിച്ചേർന്നപ്പോഴോ ഭഗവാനെ കാണുന്നതും ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രദ്യുമ്ന ചാരുദേശശ്ച സാംബോജാംബവതീ സുത പ്രഹർഷവേഗോ ശ്വസിത ശയാനാസന ഭോജന. ഭഗവാൻ തൻ്റെ പാഞ്ചജന്യം വിളിച്ചതും എല്ലാവരും അവിടെ നിന്ന് ഓടി വന്നു. ദ്വാരി ഗൃഹാണം ച, എല്ലാവരും ഫലമൂലാദികളെ കൊണ്ട്, അതുപോലെ തന്നെ നിറച്ച പൂർണ്ണകുംഭങ്ങളെ കൊണ്ട്, പാലും തൈരും മറ്റൊക്കെ നിറച്ച പൂർണ്ണകുംഭങ്ങളെ കൊണ്ട് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് വന്നു. ഭഗവാൻ അവരെയൊക്കെ കണ്ടതും വളരെ സന്തോഷിച്ചു. കുറേ കാലത്തിന് ശേഷം കാണുകയാണ്. ഭഗവാൻ തത്ര ബന്ധൂനം പൗരാണാമനുവർത്തിനം യഥാവിധി ഉപസംഗമ്യ സർവേഷം മാനമാദതേ പ്രഹ്വാഭിവാദന ശ്ലേഷം കരസ്പർശസ്മിതേക്ഷണൈ ആശാസചാശ്വഭാഗേഭ്യോ വരേശ്ചാഭിമിതൈ വിഭൂ. ഓരോ ശ്ലോകങ്ങളുണ്ടല്ലോ, വേദവ്യാസ മഹർഷി വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഭഗവാൻ അവിടെ ഒത്തുകൂടിയിരിക്കുന്ന ബന്ധുക്കളെയൊക്കെ ആലിംഗനം ചെയ്തു. അവരെയൊക്കെ ഭഗവാൻ കൈ പിടിച്ചുകൊണ്ടും മാനമാതതെ ആദരിച്ചു എന്നാണ്. ആരൊക്കെയാണ്? സാധാരണ ബന്ധുക്കളെ മാത്രമല്ല, പ്രഹ്വാഭിവാദന ആശ്ലേഷ കരസ്പർശിത സ്മിതേക്ഷണേ. ചിലരെ കൈപിടിക്കുന്നുണ്ട്, ചിലരോട് പുഞ്ചിരിക്കുന്നുണ്ട്, ചിലരെ ആലിംഗനം ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്? ബന്ധുക്കളെ മാത്രമല്ല, അശ്വഭാഗേഭ്യോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ചണ്ടാളന്മാരായിട്ടുള്ള ആളുകളെ പോലും ഭഗവാൻ തൻ്റെ കരസ്പർശം കൊണ്ട് സന്തോഷിപ്പിച്ചു, അവരെ ആദരിച്ചു എന്നാണ്. ഭഗവാൻ അല്പം പോലും ഒരാളെയും മാറ്റി നിർത്തിയിട്ടില്ല. നോക്കൂ, നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഭഗവാനെ സംബന്ധിച്ച് ജാതിയൊന്നും ഇല്ല. ചണ്ടാളനെ പോലും ഭഗവാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സംബന്ധിച്ച് ബ്രാഹ്മണനും ചണ്ടാളനും ഒരുപോലെയാണ്. അതൊക്കെ പിൽക്കാലത്ത് ഭാരതത്തിൽ വന്ന ഒരു ച്യുതിയാണ്, ഈ ജാതി സമ്പ്രദായങ്ങളൊക്കെ. അപ്പോൾ അന്ന് ചണ്ടാളനുണ്ടല്ലോ അപ്പോഴും സ്വാമി. ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരു എന്താണ് ചണ്ടാളന്മാരെന്ന് പൊതുവെ പറയുന്നവർ പണ്ട് കാലത്ത് ഈ ചത്തുപോയ മൃഗങ്ങളെയൊക്കെ കഴിക്കുന്നവരെയാണ് ചണ്ടാളൻ. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവും, അവർക്ക് ചണ്ടാളെന്ന പേര് വന്നിട്ടുണ്ടാവും. പക്ഷേ ഭഗവാൻ അവരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആലിംഗനം ചെയ്തിട്ടുണ്ട്. അതിലൊന്നും സംശയമില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഞാൻ ശരീരം കൊണ്ടല്ല ജാതി നോക്കുന്നത്, ഞാൻ നോക്കുന്നത് ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഏതാ നോക്കുന്നത്? ഗുണകർമ്മമാണ്. ഒരാളെയും ഭഗവാൻ വേറെ നിർത്തുന്നില്ല. ഒരു ചണ്ടാളനെ പോലും ഭഗവാൻ ആലിംഗനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനെ സംബന്ധിച്ച് എല്ലാവരും ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. ഭഗവാന് വേണ്ടത്, ഭഗവാൻ ശരീരത്തിലേക്കല്ല നോക്കുന്നത്, ഭഗവാന് വേണ്ടത് എല്ലാവരുടെയും മനസ്സ് തന്നെയാണ്. ഭഗവാൻ അതാണല്ലോ പറയുന്നത്, നിങ്ങളുടെ മനസ്സിനെ എനിക്ക് തരൂന്ന് മാത്രമേ ഭഗവാന് പറയാനുള്ളൂ, അല്ലേ? ഭഗവാൻ അത് ഉറപ്പിക്കുകയാണ്. ഗീതയിൽ 12-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും, മയ്യേവ മന ആദസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അതവൂർദ്ധം ന സംശയ. എന്നിൽ മനസ്സുറപ്പിക്കൂ. ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും മനസ്സ് മാത്രമേ ഉറപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? വൈശ്യന്മാരുടെയും ശൂദ്രന്മാരുടെയും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ജാതിയും ഭഗവാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്ര മഹത്തായൊരു സംസ്കാരം, ഭാരതീയ സംസ്കാരം, നമുക്കത് തിരിച്ചു കൊണ്ടുവരണം, നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ്, ആരും ഭഗവാനിൽ നിന്നും വ്യത്യസ്തരല്ല. വിശദ വിവരങ്ങൾക്ക്